ഹമാസ് കമാൻഡർ സാമിർ അൽ ഹജിനെ കൊലപ്പെടുത്തിയെന്ന് ഇസ്രായേൽ സേന. ലബനാനിലെ സിദോമിൽ നടന്ന വ്യോമാക്രമണത്തിലാണ് മരണം. വിവരങ്ങളുമായി MCA നാസർ ചേരുന്നു. നാസർ, എപ്പോഴായിരുന്നു ഈ ഒരു വ്യോമാക്രമണം ഉണ്ടായത്? എപ്പോഴായിരുന്നു അദ്ദേഹത്തിന്റെ വിടവാങ്ങൽ? എന്തെല്ലാമാണ് കൂടുതൽ വിവരങ്ങൾ? അതിനല്പം മുമ്പാണ് ദക്ഷിണ ലബനാനിലെ സിദാം നഗരത്തിന് നേരെ നടന്ന ആക്രമണത്തിൽ സാമിർ അൽ ഹജ്ജ് കൊല്ലപ്പെട്ടതായിട്ട് സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഹമാസ് നേതൃത്വവും ഔദ്യോഗികമായി തന്നെ ഇത് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇസ്രായേൽ സൈനിക നേതൃത്വവും ഔദ്യോഗികമായി തന്നെ ഇക്കാര്യം വെളിപ്പെടുത്തിയിട്ടുണ്ട്. കാരണം പിന്നിട്ട കുറേ ദിവസങ്ങളായി തന്നെ തങ്ങൾ ഈ സാമിർ അൽ ഹജ്ജിന്റെ നീക്കങ്ങൾ നിരീക്ഷിച്ചു വരികയായിരുന്നു. അദ്ദേഹത്തെ കൃത്യമായി തന്നെ ആസൂത്രണം ചെയ്തതുപോലെ തന്നെ വധിക്കാൻ സാധിച്ചു എന്നാണ് സൈനിക നേതൃത്വം പുറത്തിറക്കിയ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത്. തുടർന്നാണ് ഹമാസ് നേതൃത്വവും സാമിർ അൽ ഹജ്ജിന്റെ കൊല നടന്നു, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മരണം ഔദ്യോഗികമായിട്ട് ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നത്. എന്തായാലും ലബനാനിൽ ഈ ഒരു കമാൻഡറെ കൂടി വധിച്ചതോടുകൂടി ശക്തമായിട്ടുള്ള തിരിച്ചടി ഇസ്രായേലിനെതിരെ ഇനിയും നൽകുമെന്ന മുന്നറിയിപ്പാണ് ഹിസ്ബുല്ല ഉൾപ്പെടെയുള്ള പ്രതിരോധ സംഘടനകൾ വ്യക്തമാക്കിയിരിക്കുന്നത്. കാരണം പിന്നിട്ട കുറേ ദിവസങ്ങളായി തന്നെ വളരെ കലുഷിതമായി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഹമാസ് കമാൻഡറുടെ ഈ വധത്തോടുകൂടി സ്ഥിതിഗതികൾ കൂടുതൽ സങ്കീർണമായേക്കുമെന്ന ഒരു വിലയിരുത്തലാണ് പൊതുവേ ഉള്ളത്. കാരണം ഇന്ന് പകലും ഇന്നലെയും ഒക്കെ വ്യാപകമായി ഇസ്രായേൽ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ ഹിസ്ബുല്ലയുടെ ആക്രമണം നടന്നിരുന്നു. ഇതേ തുടർന്ന് ദക്ഷിണ ലബനാനിലെ ഹിസ്ബുല്ല കേന്ദ്രങ്ങൾക്ക് നേരെ ഇസ്രായേൽ സേനയും വ്യോമാക്രമണം നടത്തി. ആ ഒരു സംഘർഷം തുടരുന്ന ഒരു സാഹചര്യത്തിൽ ഏതെങ്കിലും അർത്ഥത്തിൽ ഒരു വെടിനിർത്തലിനുള്ള നീക്കം കുറെ കൂടി ഊർജിതമാവുന്ന അതേ സമയത്ത് തന്നെയാണ് കൂടുതൽ കടന്നാക്രമണവും കൂടുതൽ കൊലകളും തുടരാനുള്ള ഒരു നീക്കമുണ്ടാവുന്നത്. സ്വാഭാവികമായിട്ടും ഇതിന് ശക്തമായിട്ടുള്ള തിരിച്ചടി നേരത്തെ തന്നെ നമുക്കറിയാൻ സാധിക്കും. ഹിസ്ബുല്ലയുടെ പ്രധാനപ്പെട്ട ഒരു കമാൻഡറെ നേരത്തെ തന്നെ ഇസ്രായേൽ വധിച്ചിരുന്നു. അതിനുള്ള പ്രതികാരം ചെയ്യുമെന്ന വ്യക്തമായിട്ടുള്ള മുന്നറിയിപ്പ് ഹിസ്ബുല്ല നേതാവ് ഹസൻ നസ്രുള്ളയും നൽകിയിരുന്നു. അതിൻ്റെ ഒരു തൊട്ട് പിന്നാലെയാണ് ഇപ്പോൾ ഹമാസ് കമാൻഡറെ കൂടി ലബനാനിൽ വധിച്ചിരിക്കുന്നത്. ഏതായാലും സ്ഥിതിഗതികൾ ഏതെങ്കിലും അർത്ഥത്തിൽ ഒരു അനുരഞ്ജനത്തിലേക്ക് കൊണ്ടുവരാനുള്ള മധ്യസ്ഥ രാജ്യങ്ങളുടെയും അതോടൊപ്പം തന്നെ അമേരിക്ക, യൂറോപ്യൻ രാജ്യങ്ങൾ ഉൾപ്പെടെ ഉള്ളവരുടെ പ്രവർത്തനം തുടരുന്ന അതേ ഘട്ടത്തിൽ തന്നെയാണ് കൂടുതൽ വ്യാപ്തിയിലേക്ക് ആക്രമണവും കൊലയും തുടരുന്നത് എന്നതാണ് ഏറ്റവും സങ്കടകരമായിട്ടുള്ള വസ്തുത. അതേസമയം നേരത്തെയൊക്കെ റിപ്പോർട്ട് ചെയ്തതുപോലെ ഈ മാസം 15 അകം തന്നെ ഈ ഒരു ചർച്ചയ്ക്ക് തയ്യാറാകണമെന്ന അഭ്യർത്ഥനയുമായി ബന്ധപ്പെട്ട് ഹമാസിന്റെ ഔദ്യോഗികമായിട്ടുള്ള പ്രഖ്യാപനത്തിന് വേണ്ടി ലോകം കാത്തിരിക്കുകയാണ്. ഇസ്രായേൽ നേതൃത്വം ഔദ്യോഗികമായിട്ട് പ്രതിനിധിയെ അയക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതേസമയം ഒരുപാട് പുതിയ ഉപാധികൾ ഇസ്രായേൽ മുന്നോട്ട് വെച്ചൊരു സാഹചര്യത്തിൽ ഏതെങ്കിലും അർത്ഥത്തിൽ ഒരു ഒത്തുതീർപ്പിലേക്കോ ഒരു വെടിനിർത്തലിലേക്കോ ഈ ചർച്ച നീങ്ങുമോ എന്ന ആശങ്ക ശക്തമായി തന്നെ നിലനിൽക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെയാണ് ഇറാന്റെ ഭാഗത്തു നിന്നുള്ള പ്രത്യാക്രമണത്തിന്റെ മുന്നൊരുക്കങ്ങളും വ്യാപകമായി തുടരുന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. US സെൻട്രൽ കമാൻഡ് ഇസ്രായേൽ സൈനിക നേതൃത്വവുമായിട്ട് അത്തരമൊരു ആക്രമണം ഉണ്ടായാൽ ഇറാനെതിരെ സ്വീകരിക്കേണ്ട നടപടികൾ ഇന്ന് തിരക്കിട്ട ചർച്ചകൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം മേഖലയിൽ ഈ കാലുഷ്യം ഏതെങ്കിലും അർത്ഥത്തിൽ അവസാനിപ്പിക്കണം എന്ന ഒരു താല്പര്യമാണ് പൊതുവെ തന്നെ മധ്യസ്ഥ രാജ്യങ്ങളായിട്ടുള്ള ഖത്തറും അതോടൊപ്പം തന്നെ ഈജിപ്തും മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ആ ഒരു നീക്കത്തെ ഗൾഫിലെ എല്ലാ രാജ്യങ്ങളും UAE ഉൾപ്പെടെയുള്ള എല്ലാ രാജ്യങ്ങളും ആ ഒരു നീക്കത്തിന് പൂർണ്ണ പിന്തുണ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. കാരണം ഗസയിലെ ആക്രമണം 10 മാസത്തിലധികം ആയി തുടരുന്ന ഈ ആക്രമണം അവസാനിപ്പിക്കാതെ ഈ മേഖലയിൽ ഏതെങ്കിലും അർത്ഥത്തിലുള്ള ഒരു സമാധാനം വരിക എളുപ്പമല്ല എന്ന ഒരു തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിലാണ് എത്രയും പെട്ടെന്ന് ഗസയിൽ ഒരു വെടിനിർത്തൽ നടത്താനുള്ള ഇത്തരം നീക്കങ്ങളോട് തങ്ങൾ പൂർണ്ണമായിട്ട് സഹകരിക്കുമെന്ന് ഗൾഫ് രാജ്യങ്ങൾ UAE ഉൾപ്പെടെയുള്ള എല്ലാ ഗൾഫ് രാജ്യങ്ങളും ഒറ്റക്കെട്ടായി തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത്. അതിര ശരി.